അങ്ങനെ ദേവ്യാനിക്ക് മനസ്സിലാകുന്നുണ്ട് താൻ അനാമികയ്ക്ക് കല്യാണത്തിന് ശേഷം സമ്മാനിച്ച 10 പവന്റെ മാല നയനയുടെ വീട്ടുകാരല്ലെങ്കിൽ പിന്നെ അനാമികയുടെ വീട്ടുകാരായിരിക്കും എടുത്തതെന്നുള്ളത്. എന്തായാലും ഇത് നയനയുടെ വീട്ടുകാരുടെ അഭിമാന പ്രശ്നമാണ്. കാരണം ദേവ്യാനിയാണല്ലോ അവരെ പോലീസ് സ്റ്റേഷൻ വരെ കയറ്റിച്ചത്. അത് മാത്രമല്ല അന്ന് തന്നെ ദേവ്യാനി നയനയുടെ മുഖത്ത് തല്ലുകയും ചെയ്തു. ഇതൊക്കെ ആലോചിച്ചപ്പോൾ ദേവ്യാനിക്ക് വല്ലാത്ത വിഷമം തോന്നുകയാണ്. ഇതിന്റെയൊക്കെ പിന്നിൽ ആകെ ഒരു വഴിയേ ഉള്ളൂ. ആരാണ് ഇത് മോഷ്ടിച്ചതെന്ന് തെളിയിക്കണം. അതിന് കേസ് കൊടുത്തേ പറ്റൂ. എന്തായാലും രണ്ടും കൽപ്പിച്ച് ദേവ്യാനി കേസ് കൊടുക്കുന്നുണ്ട്. അതിന് പിന്നാലെ തന്നെ പ്രതികളായ അനാമികയുടെ അച്ഛനും അമ്മയും പിടികൂടുന്നുണ്ട്. പിന്നെ ദേവ്യാനിയുടെ ഒരു മാസ് എൻട്രി ഉണ്ട് അങ്ങോട്ടേക്ക്. ആ ഒരു കിടിലൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ് ഇന്നത്തെ. എന്തായാലും നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കാണിക്കുന്നത് അനാമിക ഫോണിൽ എന്തോ നോക്കി വിഷമിച്ചോണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഇത് കണ്ടുകൊണ്ട് ദേവ്യാനി അങ്ങോട്ട് വരുന്നത്. അനാമികയെ കണ്ട പാടത്തിന് വഴിമാറി നടക്കാൻ നോക്കുകയാണ് ദേവ്യാനി. കാരണം അവളുടെ മുന്നിലെത്തിയ ദേവ്യാനിക്കറിയാം എന്തെങ്കിലും കുറ്റവും പരാതിയും പറഞ്ഞു നിൽക്കുന്നുള്ളത്. അപ്പൊ ദേവ്യാനി പറയുന്നുണ്ട്, ഷെടാ ഇവളിവിടെ ഉണ്ടായിരുന്നോ? കണ്ണിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ചോദിച്ചാൽ അതിന് ഞാൻ മറുപടി കൊടുക്കേണ്ടി വരും. പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെ ഞാൻ വരുത്തി വെച്ചത് തന്നെയല്ലേ. ഇതും പറഞ്ഞ് ദേവ്യാനെ തിരിഞ്ഞു നടക്കുമ്പോഴാണ് അനാമികയുടെ കണ്ണിൽ ദേവ്യാനെ പെടുന്നത്. വല്യമ്മേ ഷോ വിളിച്ച്. എന്തായാലും പെട്ട മട്ടില് ദേവ്യാനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. മോളിവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ എന്നെ വല്യമ്മ കണ്ടില്ലേ? അയ്യോ സത്യമായിട്ടില്ല. ഞാനേ റൂമിലോട്ട് പോവാൻ നിൽക്കുമ്പോഴാണ് എന്റെ ഫോൺ എടുത്തില്ലെന്ന് ഓർമ്മ വന്നത്. അപ്പൊ പിന്നെ അത് എടുക്കാൻ വേണ്ടി താഴോട്ട് ഇറങ്ങിയായിരുന്നു. ഓ എങ്കിൽ പിന്നെ വല്യമ്മ പൊക്കോ. അല്ല എന്താ മോളുടെ മുഖത്തൊരു വിഷമം പോലെ? എങ്ങനെ വല്യമ്മ വിഷമം വരാതിരിക്കുക? അങ്ങനെയുള്ള കാഴ്ചകളാ ഞാൻ നിരന്തരം കണ്ടോണ്ടിരിക്കുന്നത്. ചിലതൊക്കെ കാണുമ്പോഴേ എനിക്ക് വിഷമിക്കാതിരിക്കാൻ പറ്റില്ല. അയ്യോ അതിന് മാത്രം എന്താ മോളെ ഉണ്ടായത്? വല്യമ്മ ഇതൊന്ന് നോക്കിക്കേ. വല്യമ്മയും ഇത് കണ്ടു കാണുമല്ലോ. ലക്ഷങ്ങൾ വില വരുന്ന മാലയാ അവളുടെ കഴുത്തി കിടക്കുന്നത്. ഞാനിത് കണ്ടു മോളെ. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ? ആദർശിനെ ഇപ്പൊ അവളെ വലിയ കാര്യമാ. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്തെ അവളുടെ വീട്ടുകാരും അവനെ നന്നായിട്ട് മയക്കി വെച്ചേക്കുവാ. ഇപ്പൊ അവള് വലിയ കാര്യമായതുകൊണ്ടേ അവളത് നന്നായിട്ട് മുതലെടുക്കുന്നുണ്ട്. ആ മുതലെടുപ്പുകളാ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നതൊക്കെ. വല്യമ്മേ ആദർശേട്ടന്റെ പോക്ക് ഇപ്പൊ ഒട്ടും ശരിയല്ല കേട്ടോ. നോക്കിയേ ഇപ്പൊ തന്നെ 4-5 ലക്ഷം രൂപയുടെ വില വരുന്ന ഒരൊറ്റ നെക്ലേസാ വാങ്ങി കൊടുത്തേക്കുന്നത്. അതിനു മാത്രം എന്തർഹതയാ അവക്കുള്ളത്? ഇപ്പൊ മൂർത്തി ജ്വല്ലറിയിലെ സ്റ്റാഫാണ് ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത്രയും വിലപിടിപ്പുള്ള മാല അവക്ക് കൊടുക്കോ? ഇല്ലല്ലോ. അപ്പൊ ഇതൊക്കെ മനഃപൂർവ്വം എന്നെ കാണിക്കാൻ വേണ്ടി ആദർശേട്ടനെ കൊണ്ട് ഇവൾമാരൊക്കെ ചെയ്യിപ്പിക്കുക. അപ്പൊ ദേവ്യാനി മനസ്സിൽ കരുതുന്നുണ്ട്, എന്റെ മരുമകൾക്ക് ഇതൊന്നും കൊടുത്താൽ പോരാ. അത്രമാത്രം കോടികളാ അവളുടെ ഒരു ഡിസൈൻ കൊണ്ട് മൂർത്തി ജ്വല്ലറിക്ക് കിട്ടുന്നത്. ഇതൊന്നും ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അസൂയയും കുശുമ്പും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്തിനാ? വല്യമ്മേ ആദർശേട്ടന് ചേർന്ന ഒരു ബന്ധമല്ല ആ നയന എന്നുള്ളത്. വല്യമ്മക്ക് അവളെ ഇഷ്ടമല്ലല്ലോ. എങ്കിൽ പിന്നെ ആദർശേട്ടനെയും അവളെയും തമ്മിൽ തല്ലിപ്പിരിക്കണം. അതിന് എന്ത് വഴി വേണമെന്നാണ് നമ്മളിപ്പോ ആലോചിക്കേണ്ടത്. വല്യമ്മ എന്തോ കാര്യമായ ആലോചനയിലാണല്ലോ. എന്തോ ഒന്നും പറയാതിരിക്കുന്നത്? അല്ല മോളെ, ഇതൊക്കെ എങ്ങനെയാ നടക്കാന്ന് ഞാൻ ആലോചിക്കായിരുന്നു. എന്ത് വഴിയുണ്ടെങ്കിലും ഞാൻ മോളുടെ കൂടെ കട്ട സപ്പോർട്ടായിട്ടുണ്ടാകും. കാരണം എന്റെ മോന്റെ ജീവിതത്തിൽ നിന്ന് അവൾ ഒഴിഞ്ഞു മാറി കിട്ടേണ്ടത് എന്റെയും കൂടി അത്യാവശ്യമാണ്. ശരി വല്യമ്മേ, എന്തെങ്കിലും പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വല്യമ്മയോട് പറഞ്ഞിരിക്കും. ഇതും പറഞ്ഞ് അനാമിക അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ദേവേനെ മനസ്സിൽ കരുതുന്നുണ്ട്, നീയൊക്കെ നിന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുക. നീയൊക്കെ പുറത്തു പോയാലും എന്റെ മരുമകൾ ഒരിക്കലും ഈ വീടിന്റെ പുറത്ത് പോകില്ല. ഇവളുടെ ഒക്കെ ഉള്ളിൽ നിറച്ചും വിഷമാണ്. സ്വർണത്തോടും പണത്തോടുള്ള ആർത്തി. ഇവൾമാരെയൊക്കെ തിരിച്ചറിയാൻ ഞാൻ ഇത്രയും സമയം എടുത്തല്ലോ ഈശ്വര. എന്റെ മരുമകളെ നിനക്ക് പുറത്താക്കണം. അല്ലേടി, നിന്നെ ഞാൻ ശരിക്കും പുറത്താക്കി തരാം. ഇന്നത്തോടുകൂടി നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കും. നിനക്ക് തന്ന 10 പവന്റെ കേസ് ഞാൻ വീണ്ടും റീഓപ്പൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നീ നിന്റെ അച്ഛനും അമ്മയും ഈ വീട്ടുകാരെ കബളിപ്പിക്കണ്ട. ഇന്നെന്തായാലും സത്യത്തിൽ എന്താ സംഭവിച്ചതെന്നുള്ളത് തെളിയും. ഇനി ഇവളോ ഇവളുടെ വീട്ടുകാരോ ആണ് അത് എടുത്തതെങ്കിൽ ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച നിങ്ങളെയൊന്നും ഞാൻ വെറുതെ വിടില്ല. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ദേവിയനെ എങ്ങോട്ടോ മാറ്റി ഒരുങ്ങി പോവാൻ നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ റെഡിയായി നിൽക്കുന്നതാണ് ഇപ്പോൾ ജയൻ ചോദിക്കുന്നുണ്ട്, അല്ല ഇയാളിത് എങ്ങോട്ടാ? ജേട്ടാ ഞാൻ പറയാൻ വിട്ടു, എൻ്റെ ഒരു ബന്ധുവിന്റെ വീട്ടിലോട്ടാ. പിന്നെ ജേട്ടൻ വരണ്ട. ഇപ്പൊ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്ക് പിടിച്ച് നടക്കുമല്ലേ. തൽക്കാലം ഞാൻ പൊയ്ക്കോളാം. ശരി, പോകുന്നതൊക്കെ കൊള്ളാം. ആരോഗ്യം നന്നായിട്ട് ശ്രദ്ധിച്ചോളണം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം ചേട്ടാ. അല്ല എങ്കിൽ പിന്നെ നിനക്ക് ആദർശിന്റെ കൂടെ പൊക്കൂടെ? എനിക്കല്ലേ വരാൻ പറ്റായുള്ളൂ. അതിനൊന്നും ആവശ്യമില്ല ചേട്ടാ. ഇതിവിടെ അടുത്തോട്ടാ. ഞാൻ വല്ല ടാക്സി വിളിച്ച് പൊക്കോളാം. ശരി, എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങുക. എനിക്കൊന്ന് പെട്ടെന്ന് എത്താം. ഇതും പറഞ്ഞ് ജയൻ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ അതിന്റെ പിന്നാലെ തന്നെ ദേവിയാനെയും അനന്തപുരിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ദേവിയാനെ നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. ദേവിയാനെ കണ്ട പാടത്തന്നെ പോലീസ് പറയുന്നുണ്ട്, മാഡം ഇരിക്കൂ. ദേവിയാനെ ചെയറിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാ സാറിനെ വിളിപ്പിച്ചത്? അത് പിന്നെ മാഡം കഴിഞ്ഞ ആഴ്ച ഒരു പരാതി തന്നിരുന്നില്ലേ? ഇതിനു മുന്നേ തന്നിരുന്ന പരാതി റീഓപ്പൺ ചെയ്തത്? അതെ തന്നിരുന്നു. അതിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ? അത് പറയാനാ മാഡം ഞാൻ വിളിപ്പിച്ചത്. എന്താ പ്രതിയെ കണ്ടെത്തിയോ? പിന്നെ പ്രതിയെ കണ്ടെത്താതിരിക്കോ മാഡം? ഞങ്ങൾ കണ്ടെത്തി. എന്നിട്ട് എവിടെ? എനിക്ക് കാണണം അവനെ. മാഡം അതിന് ഞങ്ങൾ പ്രതിയെ പിടികൂടിയിട്ടില്ലെന്നോ?
പ്രതിയെ തിരിച്ചറിഞ്ഞ പിന്നെ എന്താ പ്രതിയെ പിടികൂടിയല്? അത് പിന്നെ മാഡം, അതേക്കുറിച്ച് അറിയാനും കൂടിയാ ഞാൻ മാഡത്തിനെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ഇനി എന്തറിയാനാ? എല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ. അതല്ല മാഡം, ഞങ്ങൾക്ക് ഇതിലൊരു ആക്ഷൻ എടുക്കണമെങ്കിൽ മാഡത്തിന്റെ അംഗീകാരം കിട്ടിയേ പറ്റൂ. അംഗീകാരോ? എന്തിന്? അതെ മാഡം, നിങ്ങളുടെ അനുമതി കിട്ടിയാലേ ഞങ്ങൾക്ക് അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ. നിങ്ങളൊക്കെ വലിയ തലപ്പത്തിരിക്കുന്നവരാ. നിങ്ങൾ വിചാരിച്ചാൽ ഞങ്ങളുടെ തൊപ്പി തെറിക്കും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഇടിപിടിന്ന് ചെയ്യുന്നതിന് മുമ്പേ ഒരു കാര്യം ആലോചിക്കണമല്ലോ. നിങ്ങൾ എന്തൊക്കെയാ സാർ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്ന് വെച്ചാൽ മാഡത്തിന്റെ ഒരു റിലേറ്റീവാ ഈ മോഷണം ചെയ്തിരിക്കുന്നത്. അതും അടുത്ത റിലേറ്റീവ് ആയതുകൊണ്ടാ ഞാൻ മാഡത്തോട് ആലോചിച്ചൊരു തീരുമാനം എടുക്കാമെന്ന് കരുതിയത്. റിലേറ്റീവോ? ആരാ അത്? റിലേറ്റീവ് ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ അവർക്കെതിരെ ആക്ഷൻ എടുത്തേ പറ്റൂ. അതൊക്കെ ചെയ്യാം മാഡം. മാഡം ആദ്യം ഒന്ന് മൂളിയാൽ മതി. അല്ല, നിങ്ങൾ ആരാന്ന് പറഞ്ഞില്ല. അത് അനന്തപുരിയിലെ ഇളയ മരുമകളുടെ അച്ഛനും അമ്മയാ. ആ കുട്ടി അറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു പദ്ധതി നടത്തിയെന്നുള്ളത് ഉറപ്പാ. അല്ലാതെ ഇത്ര പെട്ടെന്ന് അവിടുന്ന് സ്വർണ്ണം എടുത്തുകൊണ്ട് പോകാൻ അവർക്ക് പറ്റില്ല. അതുകൊണ്ട് അനന്തപുരിയിലുള്ള ആരോ തന്നെ അവരെ സഹായിച്ചിട്ടുണ്ടെന്നുള്ളത് 100% ഉറപ്പാ. അപ്പോൾ പിന്നെ സഹായിക്കാൻ സാധ്യത അവരുടെ മകള് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ മനസ്സിൽ കരുതിയിരുന്ന ആളുകൾ തന്നെയാണ് ഇതിന്റെ പിന്നിൽ അല്ലേ? അതെ മാഡം, മാഡം സംശയം പറഞ്ഞ ആളെ തന്നെയാ ഞങ്ങൾ കൂടുതൽ അന്വേഷിച്ചത്. അതുകൊണ്ട് അന്വേഷണം കൂടുതൽ നീണ്ടുപോയില്ല. പെട്ടെന്ന് തന്നെ പ്രതികളിലോട്ട് എത്തി. പിന്നെ മാഡം, ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്താ? പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാഡം അന്വേഷിച്ചിരുന്നോ? എന്ന് വെച്ചാൽ അവരുടെ ഫാമിലി സിറ്റുവേഷൻ. അത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അന്വേഷിക്കാൻ പറ്റിയിട്ടില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാറേ? അത് പിന്നെ പറയുന്നോണ്ടൊന്നും തോന്നരുത്. ഈ വേണു എന്ന് പറയുന്ന ആള് ഒരുപാട് കടം പേറി നിൽക്കുന്ന ഒരു വ്യക്തിയാ. അയാൾ ഒരുപാട് ആളുകളുടെ കയ്യിൽ നിന്ന് ഇതുപോലെ പണം തട്ടിയെടുത്തിട്ടുണ്ട്. ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊന്നും അയാൾ തിരികെ കൊടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ കുട്ടിയെ അനന്തപുരിയിൽ കെട്ടിവെച്ചത് ഒരു വമ്പൻ ചതിയാണെന്നുള്ളത്. അപ്പോൾ അയാൾ പണക്കാരനല്ലേ? അയാൾ വലിയ ബുക്ക് സ്റ്റോളിന്റെ ഉടമയാന്നൊക്കെ പറഞ്ഞു. ഒരിക്കലും അല്ല മാഡം. അയാൾക്ക് പ്രത്യേകിച്ച് പറയത്തക്ക ജോലിയൊന്നുമില്ല. ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് തിരിഞ്ഞും മറിഞ്ഞും പണം വാങ്ങിക്കുക, അതും കള്ളങ്ങൾ പറഞ്ഞ്. അങ്ങനെയാ അവർ ജീവിക്കുന്നത്. ഇപ്പം പിന്നെ അനന്തപുരിയെ ഊറ്റിയിട്ടായിരിക്കും അവർ ജീവിക്കുന്നത്. മാഡം, ഇത്രയും വലിയ കള്ളം പറഞ്ഞ അവർക്കെതിരെ ആക്ഷൻ എടുക്കണ്ടേ? എന്താ മാഡത്തിന്റെ അഭിപ്രായം? പക്ഷേ അവരെ ഒന്ന് ആദ്യം പോയി എനിക്ക് കാണണം. എന്നിട്ട് അവളുടെ നാണം കെട്ട അച്ഛനെ ഈ പോലീസ് സ്റ്റേഷനിൽ കയറ്റണം. അവർ കാരണം അനന്തപുരിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്ന് അറിയൂ? സർ, എൻ്റെ കൂടെ അവരുടെ വീട് വരെ ഒന്ന് വരണം. അതിനെന്താ മാഡം, ഞങ്ങൾ വരാം. ആ വേണു എന്ന് പറയുന്ന വൃത്തികെട്ട മനുഷ്യനെയും ആ പെരുങ്കള്ളി രേവതിയെയും നന്നായിട്ടൊന്ന് ഉപദേശിക്കണം നിങ്ങൾ. അതൊക്കെ ഞങ്ങൾ ഏറ്റു മാഡം. വേണ്ടത് കൊടുത്തിട്ട് വിട്ടോളാം. അല്ല മാഡം, അവർ കൊടും ചതിയാ ചെയ്തത്. അപ്പോൾ അവരുടെ പേരിൽ കേസെടുക്കട്ടെ? അതൊന്നും വേണ്ട. വേറൊന്നും കൊണ്ടല്ല, എൻ്റെ അനുമോൻ്റെ ജീവിതം തകരുന്നത് കാണാൻ എനിക്ക് പറ്റില്ല സാറേ. അവളും അവളുടെ വീട്ടുകാരും ചെയ്ത ദുഷ്ടത്തരത്തിന് അന്നയുടെ ജീവിതം തകരുമാറാവുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് കൂടുതൽ നടപടികളിലേക്കൊന്നും പോകണ്ട. ശരി, മാഡം പറയുന്നത് പോലെ ചെയ്യാം. മാഡം, പിന്നെ ഈ കേസിന്റെ ഭാഗമായിട്ട് പലിശയ്ക്ക് പണം കൊടുക്കുന്ന ആ ഉപേന്ദ്രനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാഡം, മാഡത്തിന്റെ 10 പവന്റെ സ്വർണം ദേ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതും കൂടി എടുത്തോ. നമുക്ക് അവളുടെ വീട്ടിലോട്ട് ആദ്യം പോകണം. ഇതും പറഞ്ഞ് പോലീസുകാരും ദേവയാനിയും അനാമയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. അനാമയുടെ അച്ഛനും അമ്മയും ടിവിയും കണ്ട് രസിച്ചുകൊണ്ട് എന്തൊക്കെയോ കുറിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ആ സമയത്ത് വണ്ടിയുടെ ഒച്ച കേട്ടപ്പോൾ വേണു പറയുന്നുണ്ട്, രേവതി, ഒരു വണ്ടിയുടെ ഒച്ചയില്ല കേൾക്കുന്നത്. ആരാ വന്നിരിക്കുന്നത് നോക്കി. വല്ല കടക്കാരോ മറ്റോ ആണെങ്കിലേ ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. ഇതെന്റെ ഒരു വിധിയാണല്ലോ, അല്ലാതെ എന്ത് ചെയ്യാനാ? അത് കൊള്ളാട്ടോ. നിന്റെ മോള് രക്ഷപ്പെടാൻ വേണ്ടിയേ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. നിന്റെ മോള് വല്ലതും തന്നാലല്ലേ ഈ കടമൊക്കെ വീട്ടാൻ പറ്റൂ. നിങ്ങൾ വെറുതെ മിണ്ടാൻ നിൽക്കണ്ട. രേവതി, എന്തായാലും ആരാ വന്നിരിക്കുന്ന നോക്ക്. നിങ്ങൾ എന്നോട് കൽപ്പിക്കൊന്നും വേണ്ട, ഞാൻ പൊയ്ക്കോളാം. ഇതും പറഞ്ഞ് രേവതി പതുക്കെ ജനലിലൂടെ നോക്കുന്നുണ്ട്. ആ സമയത്ത് കുറെ പോലീസിനൊക്കെ കണ്ടപ്പോൾ ആകെ ഷോക്കായി പോവാണ് രേവതി. അയ്യോ വേണുവേട്ടാ, പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും പോയി ഒളിക്കാം. പോലീസ്? പോലീസോ? പോലീസ് ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വന്നേക്കുന്നത്? ഒന്നും അറിയില്ല വേണുവേട്ടാ. അതെ, നമ്മൾ ആർക്കെങ്കിലും കട കൊടുക്കാനുള്ളവരെങ്ങാനും കേസ് കൊടുത്ത് കാണൂ. ചേടാ, ഇത് വലിയ കഷ്ടമായി പോയല്ലോ. അപ്പോഴാണ് അവർ കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ടോ. അപ്പൊ രേവതി പറയുന്നുണ്ട്, അയ്യോ എന്റെ വേണുവേട്ടാ, എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ചെയ്യ്. രേവതി, നമുക്ക് മോളെ വിളിച്ചാലോ? എന്നിട്ട് എന്തിനാ? ഇനി അഥവാ വേറെ വല്ല പ്രശ്നമാണെങ്കിൽ മോൾ ഇടപെട്ടാൽ ശരിയാവുമല്ലോ. മോളിപ്പോ വലിയ തറവാട്ടുകാരിയല്ലേ. ദേ മനുഷ്യ, എന്റെ വായിന്ന് വെറുതെ കേൾപ്പിക്കരുത്. അയ്യോ, ദേ വീണ്ടും കോളിംഗ് ബെൽ അടിക്കുന്നു. നിങ്ങളൊന്ന് പോയി തുറന്നു നോക്ക്. അങ്ങനെ രേവതി വേണുവിനെ ഒന്തിത്തള്ളി വിടുന്നുണ്ട് കേട്ടോ. വേണു എങ്ങനെയൊക്കെയോ പോയിട്ട് ഡോറ് തുറക്കുന്നുണ്ട്. അപ്പോൾ പോലീസ് മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പോലീസ് ചോദിക്കുന്നുണ്ട്, എന്താടാ ഡോറ് തുറക്കാനൊരു താമസം? എന്തേലും ഒളിപ്പിച്ച് വെക്കായിരുന്നോ? അയ്യോ സാറുമാരെന്താ ഇവിടെ? എന്താ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്നൂടെ? അല്ല, എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിച്ചതാ. നിന്റെ പേരിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. ഞങ്ങളത് ജഗഞ്ഞൊന്ന് അന്വേഷിച്ചു. അപ്പോൾ ഉള്ളത് കാര്യം തന്നെയാ. അയ്യോ, എൻ്റെ പേരിൽ കേസോ? അപ്പൊ രേവതി പാഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അയ്യോ, വേണുവേട്ടന്റെ പേരിൽ എന്ത് കേസ്? വേണുവേട്ടന്റെ പേരിൽ മാത്രമല്ല, നിന്റെ പേരിൽ ഉണ്ടടി കേസ്, കൂട്ടുപ്രതി ആയതിന്. അയ്യോ, ഞാൻ കൂട്ടു നിന്നോ? എപ്പോ? അപ്പൊ പോലീസ് പറയുന്നുണ്ട്, എടാ
ആ സ്വർണ്ണപ്പെട്ടി എടുത്തേ. ദേ, ഈ സ്വർണ്ണപ്പെട്ടി നിങ്ങൾക്ക് കണ്ടുപരിചയമുണ്ടോ? ആ സമയത്താണ് രേവതി ആ സ്വർണ്ണത്തിൽ സൂക്ഷിച്ചു നോക്കുന്നത്. ഈശ്വര, ഇത് നമ്മൾ ഉപേന്ദ്രന് കൊടുത്ത സ്വർണ്ണമല്ലേ? മനസ്സിലായോടി നിനക്ക് ഇത് എവിടുന്ന് കിട്ടിയതാണ്? അയ്യോ സാറേ, ഞാൻ ഇങ്ങനെ ഒരു മാല കണ്ടിട്ട് പോലും ഇല്ല. അല്ലെങ്കിലും ഞങ്ങൾക്ക് എന്തിനാ ഇത്രയും വലിയ മാല? ഞങ്ങൾക്കിപ്പോൾ ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങളുടെ മകളെ അനന്തപുരിയിലേക്കാണ് വിവാഹം കഴിപ്പിച്ച് ഏൽപ്പിച്ചത്. അനന്തപുരിയിലേക്ക് നിന്റെ മകളെ വിവാഹം കഴിപ്പിച്ച് ഏൽപ്പിച്ചെന്ന് കരുതി ഞാൻ എന്ത് വേണം? ഇതേ അനന്തപുരിയിലെ സ്വർണ്ണമാലയാ. നീയും നിന്റെ ഭർത്താവ് മോഷ്ടിച്ചെടുത്ത മാല, അതും നിന്റെ മകളുടെ സമ്മതത്തോട് കൂടിയിട്ട്. അപ്പൊ വേണു പറയുന്നുണ്ട്, സാറിത് എന്തൊക്കെയാ പറയുന്നത്? ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. ഭ നിർത്തറ, കൂടുതൽ മനസ്സിലാക്കി തരടാ ഞാൻ. വെറുതെ വിളച്ചെടുത്ത് വെറുതെ സമയം കളയരുത്. സത്യം പോലെ പറഞ്ഞോളാം. അപ്പൊ പിന്നെ ഈ ഗോൾഡ് നിങ്ങൾക്ക് അറിയില്ലെന്നാ പറഞ്ഞത്. എങ്കിൽ പിന്നെ ഈ നിൽക്കുന്ന മനുഷ്യൻ നിങ്ങൾക്ക് അറിയോ? അപ്പോഴാണ് ഉപേന്ദ്രനെ അങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഉപേന്ദ്രനെ കണ്ട പാടത്തേനെ വേണുവിന്റെ കണ്ണ് തള്ളി പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ വേണു പറയുന്നുണ്ട്, ഇതാരാ? എടാ വേണു, എന്നെ നിനക്കറിയില്ലേടാ? നീ എൻ്റെ കയ്യിൽ നിന്ന് എത്രത്തോളം കാശടാ വാങ്ങിച്ചത്? എന്നെ വിടാൻ പറയടാ ഇവരോട്. അയ്യോ സാറേ, എനിക്കിവനെ അറിയത്ത പോലും ഇല്ല. എടാ, കൂടുതൽ വിളച്ചെടുത്ത ഞാൻ പറഞ്ഞല്ലോ. കൂനിച്ച് നിർത്തി ആടപടലം തരും ഞാൻ. മര്യാദയ്ക്ക് സത്യം പറഞ്ഞോളണം. എന്നിട്ടും അവരൊന്നും പറയാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ പോലീസ് വേണുവിൻ്റെ വയറിനിട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. അയ്യോ സാറേ, തല്ലല്ലേ. ഞാൻ പറയാം സാറേ, തല്ലല്ലേ സാറേ, ഞാൻ പറയാം. എങ്കിൽ പിന്നെ പറയടാ. അപ്പം രേവതി വേണുവിനെ വിളിക്കുന്നുണ്ട്. വേണുവേട്ടാ, ഒരാൾ അവളെ പോയി പിടിക്ക്. അവക്ക് 2 കൊടുത്താലേ അവളൊക്കെ ശരിയാകൂ. പറയട്ടാ മര്യാദയ്ക്ക്. എന്താ അന്ന് സംഭവിച്ചത്? നീ എങ്ങനെ ഈ സ്വർണ്ണമാല അനന്തപുരിയിൽ നിന്ന് എടുത്തു? അയ്യോ, ഞങ്ങൾ മോഷ്ടിച്ചതല്ലേ സാറേ, ഞങ്ങളുടെ മോള് ഞങ്ങൾക്ക് തന്നതാ. എന്നിട്ട് ഈ പറഞ്ഞ മോള് ഈ സ്വർണം കണ്ടിട്ടേ ഇല്ലെന്നാണല്ലോ അനന്തപുരിയിൽ പറഞ്ഞത്. അത് പിന്നെ രേവതിക്ക് ഈ മാല ഒരുപാട് ഇഷ്ടമായി. അപ്പം എൻ്റെ മോളൊന്ന് ഇടാൻ കൊടുത്തതായിരുന്നു. അപ്പോൾ അവർ ചോദിച്ചപ്പോൾ മറുപടിയൊന്നും ഇല്ലാഞ്ഞപ്പോൾ എൻ്റെ മോൾ അറിയാതെ പറഞ്ഞു പോയത്. എന്നിട്ട് ആ കളത്തരത്തിന് നീ കൂട്ടുന്നോടാ? അല്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ പിന്നെ എന്തിനാടാ നീ ഇത് വിറ്റത്? എത്ര പേർക്കടാ നീ കടം കൊടുക്കാനുള്ളത്? കള്ളങ്ങൾ പറഞ്ഞ് നിന്റെ മോളെ നീ കെട്ടിച്ചയച്ചു അല്ലേടാ? ഏതായാലും കൊള്ളാം നിന്റെ കുരുട്ടു ബുദ്ധി. അപ്പോഴാണ് ദേവ്യാനിയുടെ മാസ് എൻട്രി കേട്ടോ. അതെ, ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരാൾക്ക് നിങ്ങളെ കാണാനുണ്ട്. അയ്യോ സാറേ, കൊണ്ടുപോകല്ലേ സാറേ. അത് ഞങ്ങൾ കൊണ്ടുപോകും, പക്ഷെ അതിനു മുമ്പേ ഒരാളെ നിങ്ങൾക്ക് കാണാം. അപ്പോഴാണ് ദേവ്യാനിയുടെ മാസ് എൻട്രി കേട്ടോ. ദേവ്യാനെ കണ്ട പാടത്തിന് രേവതിയും വേണും ആകെ ചമ്മി നാറിയ പോലെ ആവാണ് കേട്ടോ. അപ്പൊ ദേവ്യാനെ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മകളെ നല്ലത് പഠിപ്പിച്ച അച്ഛനും അമ്മയും. നിങ്ങളുടെ തലയിൽ ആൾതാമസം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ മകൾ ഇത്രയും മോശം പ്രവർത്തികൾ ചെയ്യില്ലായിരുന്നു. നിങ്ങളാണ് ഇത് ചെയ്തതെന്ന് ഞാൻ ഒരിക്കൽ പോലും വിശ്വസിച്ചില്ല. നിങ്ങൾ കാരണം ഞാൻ എൻ്റെ മരുമകളുടെ കവളത്തടിച്ചു. അപ്പം രേവതി കള്ളം പറയാൻ നോക്കുന്നുണ്ട് കേട്ടോ. അയ്യോ ദേവ്യാനി, ഇവർ ചോദിച്ചപ്പോൾ ഞങ്ങളങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പം അടുത്ത് നിൽക്കുന്ന പോലീസുകാരി രേവതിയുടെ ചെകിട്ട് നോക്കിയൊന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആണോടി, നീ ഞങ്ങളെ കബളിപ്പിക്കുകയാണോ? അയ്യോ അല്ല, ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പം ദേവ്യാനി പറയുന്നുണ്ട്, നാണമില്ലല്ലോ നിങ്ങൾ അച്ഛനും അമ്മയ്ക്കും. പണത്തിന് വല്ല ആവശ്യമുണ്ടെങ്കിൽ അന്തസ്സായിട്ട് ചോദിച്ചു മേടിക്കണം, അല്ലാതെ മറ്റുള്ളവർ തരുന്നതെന്ന് കൈയിട്ട് വാരലല്ല. നയനയുടെ അച്ഛനും അമ്മയും പോലീസ് സ്റ്റേഷനിൽ കയറ്റിച്ചതിന് നിങ്ങളും കുറച്ചു ദിവസം പോലീസ് സ്റ്റേഷനിൽ കിടക്കണം. അവർക്കുണ്ടായ അപമാനം നിങ്ങളും അറിയണം. പിന്നെ ഇത് ഞാൻ തൽക്കാലം അനന്തപുരി അറിയിക്കുന്നില്ല. അത് വേറൊന്നും കൊണ്ടല്ല, എൻ്റെ അനിയെ ആലോചിച്ച മാത്രമാണ്. എൻ്റെ അനിമോൻ്റെ ജീവിതം താറുമാറാകുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് മാത്രം ഇനി മേല ഇതുപോലുള്ള ഉപദേശമായിട്ട് നിങ്ങൾ നിങ്ങളെ മോളെ കാണാൻ അനന്തപുരിയിലേക്ക് വരരുത്. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ മോളുമായിട്ട് അനന്തപുരിയിൽ നിന്ന് ഇറങ്ങണം. അനിയുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് ഒഴിഞ്ഞു തരണം. പറ്റുമോ? അയ്യോ മാഡം, ചതിക്കരുത്. ചതിക്കരുതെന്നോ? അത് ഞാൻ ആരെ ചതിച്ച്? നിങ്ങളുടെ മോള് അനിയെ സ്നേഹിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. പിന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണല്ലോ ചെയ്യുന്നത്. എന്തായാലും കുറച്ച് ദിവസം സ്റ്റേഷനിൽ കിടക്ക്. അയ്യോ ദേവേനി, ഞങ്ങളോട് കരുണ കാണിക്ക്. ഞങ്ങൾ ഇനി ഇങ്ങനെയൊന്നും ചെയ്യില്ല. പറ്റില്ല, അവരെ അറസ്റ്റ് ചെയ്യും. ഇതും പറഞ്ഞ് ദേവേനെ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. ഇനി നല്ല കിടിലൻ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകളാണ്. അപ്പോൾ ആ എപ്പിസോഡുകൾ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, വീഡിയോ ലൈക്ക് ചെയ്തേക്ക്. അതോടൊപ്പം നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമൻറ്റ് ചെയ്തേക്ക്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.